ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പാല് മേടിക്കുമല്ലോ. അങ്ങനെ പാല് മേടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാലിൻ്റെ പാട എടുത്ത് മാറ്റിയിട്ട് നെയ്യ് ഉരുക്കിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന പാലിന് കൊളസ്ട്രോൾ കുറഞ്ഞും കിട്ടും, നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള നെയ്യും കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാൻ രാത്രിയിൽ കാച്ചി കുറച്ച് വറ്റിച്ചതിന് ശേഷം, അതായത് 1 ലിറ്റർ പാലാണെങ്കിൽ 1 ഗ്ലാസ് പാലോളം നമുക്ക് വറ്റിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. അപ്പം എന്നിട്ട് രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ മുകളിൽ നല്ല ക്രീം കണക്കിരിക്കും, പാട ഇങ്ങനെ നല്ല ക്രീം പോലിരിക്കും. അപ്പം നമ്മളതൊരു അരിപ്പയിലോട്ട് കോരി ഒഴിച്ചതിന് മുകളിൽ നിന്ന് ആ പാട കോരി ഒഴിച്ചിട്ട് ആ പാലെല്ലാം ഇങ്ങനെ ഇറ്റിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ക്രീം കണക്കിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോ ദിവസവും കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കുറേ ആകുമ്പോഴാണ് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല ഒറിജിനൽ നെയ്യ് കിട്ടും. നമ്മൾ മേടിക്കുന്ന നെയ്യൊക്കെ അത്ര നല്ല ഒറിജിനൽ നെയ്യൊന്നും ആയിരിക്കത്തില്ല, മൃഗത്തിൻ്റെ കൊഴുപ്പും അങ്ങനെയൊക്കെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 1 ലിറ്റർ പാലിൽ നിന്ന് ഈ ഒരു അളവിലാണ് നമുക്ക് ഒരു ദിവസത്തെ ക്രീം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാസത്തെ പാലിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടുള്ള ആണ് ഞാനിപ്പോൾ ഉരുക്കിയെടുക്കാൻ കാണിക്കുന്നത്. കുറച്ച് നമ്മൾ വറ്റിച്ച ആ പാത്രത്തിൻ്റെ സൈഡൊക്കെ കണ്ടോ, പാലിൻ്റെ പാട ഇങ്ങനെ വറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു മാസം ഇതുപോലെ എടുത്ത് നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള ഒരേ ദിവസം എടുക്കുന്നത് ഒരു എയർ ടൈറ്റായിട്ടുള്ള പാട്ടയിലിട്ട് അടച്ച് ഫ്രീസറിൽ വയ്ക്കണം. ഇത് ഫ്രീസറിൽ വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായിപ്പോവും. അങ്ങനെ ഇപ്പോൾ ഒരു മാസം നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് ഇത് ഉരുക്കി എടുക്കുന്നതെങ്കിൽ തലേ ദിവസമേ ഫ്രീസറിൽ നിന്നെടുത്ത് താഴത്തെ തട്ടിൽ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമ്മളത് ഉരുക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് നേരെ എടുത്താൽ അത് കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല ക്രീം പോലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നല്ല ബട്ടർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിലർ മിക്സിയിലിട്ട് ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കും. പക്ഷേ ഞാനിപ്പം കുറച്ച് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, നല്ല ഐസൊക്കെ ഇട്ട് നല്ല തണുത്ത വെള്ളത്തിലിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മിക്സിയിലിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് വേണമെങ്കിലും അടിച്ചെടുക്കാം. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല തണുത്ത വെള്ളം, ഒരുപാട് ഐസ് ഇട്ടിട്ട് ഉള്ള നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊരു അരിപ്പയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കണം. അപ്പം നമുക്ക് ഈ ഇതെടുത്ത് വയ്ക്കുന്ന ഇതിനകത്ത് പാലിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെല്ലാം ആക്കുന്നതിലേക്കാട്ടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കുറേശ്ശെ ഇട്ട് നമുക്കിങ്ങനെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. നല്ല തണുത്ത വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ കൂടി ഇതിവിടെ ഉരുകി വരും. അപ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ പാലിൻ്റെ കണക്കുള്ള ആ ഒരു പാലിൻ്റെ അംശമൊക്കെ ഇനി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം നമുക്കൊന്ന് ഞവടിയൊന്നും ഇങ്ങനെ പിഴിഞ്ഞൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പുറത്തോടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രവും മതി. അപ്പോൾ ആ പാലിൻ്റെ കളറിലെ വെള്ളമൊക്കെ ഇനി പോരും. അപ്പോൾ ഈ വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ആ വെള്ളമെല്ലാം ഊറി വരും. അപ്പോൾ അതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് നമ്മുടെ ഈ അരിപ്പ പാത്രത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഉള്ള വെള്ളവും കൂടെ ബാക്കിയുള്ള വെള്ളവും കൂടെ നമുക്കിനി കിട്ടും. ടിഷ്യൂ പേപ്പറിലെ കോട്ടൺ തുണിയായാലും നല്ല തുണി ഇട്ട് ഇങ്ങനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഊറി നിൽക്കുന്ന ആ വെള്ളം ഇങ്ങ് പോരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ആ ഉരുക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഇത് ഇട്ട് വയ്ക്കാം. കാരണം എല്ലാ പാത്രത്തിലൂടെ ഇങ്ങനെ ബട്ടർ കണക്കിരിക്കുക ഇപ്പോൾ ഇത്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇണ്ടാലിയത്തിൻ്റെ ഒരു കട്ടിയുള്ള പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല
സോഫ്റ്റ് ക്രീം കണക്കിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഗ്യാസ് ഓണാക്കുമ്പോൾ നമ്മൾ ആദ്യം അങ്ങ് മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് കേട്ടോ. ഇത്രയും വെള്ളം കണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ അപ്പം ചൂടാനൊക്കെ അരി അരയ്ക്കണമെങ്കിലൊക്കെ ഈ വെള്ളം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പുളിയും അങ്ങനെ മണമൊന്നുമില്ല ആ വെള്ളത്തിന് കേട്ടോ. അപ്പം നമ്മുടെ ഈ ബട്ടർ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായപ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുകാൻ തുടങ്ങി. പക്ഷേ ഇത് കുറച്ച് നേരം എടുക്കും കേട്ടോ. അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. കാരണം ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി ചിലപ്പോൾ തെറിക്കും. വെള്ളമയമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇച്ചിരി ദൂരെയോട്ട് നമ്മൾ മാറി നിന്നിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അരികെ നല്ല ഉരുകാൻ തുടങ്ങി. നല്ല മണം ഇപ്പം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പാല് മേടിക്കുമ്പോൾ ഇനി നമ്മൾ നേരത്തെയൊക്കെ ആരും അങ്ങനെ ചെയ്യത്തില്ല. പാല് നമ്മൾ ആ കട്ടിക്ക് തന്നെയാണ് നമ്മൾ ചായയോ പാലോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമ്മുടെയൊക്കെ കൊളസ്ട്രോളും ഉണ്ടാകത്തില്ല. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഒറിജിനൽ നെയ്യും കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഉരുകി നല്ല ക്രീം കണക്കായിട്ടുണ്ട്. ഇനി പതഞ്ഞിങ്ങനെ വരും. കുറേ നേരം പിടിക്കും കേട്ടോ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ കരിഞ്ഞ് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പതയൊക്കെ ഒന്ന് വറ്റി കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി വേഗം ആയിക്കോളും. ഇനി നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ബ്രൗൺ കളറാവും. ഒരു 10 മിനിറ്റ് കൂടെ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ പരുവത്തിൽ സൂക്ഷിക്കണം. ഇത് തെറിക്കും, നമ്മുടെ ദേഹത്തോട്ട് തെറിച്ച് വരും. നെയ്യാണ്. ഉരുകിയോ തെറിച്ചോ ഒക്കെ വീണാൽ നമ്മുടെ തൊലിയും മാംസമൊക്കെ പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദൂരെയോട്ട് മാറി നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നല്ല മണമായിപ്പോൾ വരുന്നത്. അപ്പം നമ്മുടെ നെയ്യ് എല്ലാം ഉരുകി വന്നു. മുകളിലിങ്ങനെ പതയാണ് നിൽക്കുന്നത്. അത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അങ്ങ് മാറും കേട്ടോ. അപ്പം നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് ഒരു കപ്പിനകത്തോട്ട്, സ്റ്റീൽ കപ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ ഒന്നും എടുക്കരുത്. ഇങ്ങനെ അരിച്ചെടുക്കാൻ കേട്ടോ. ഒന്നുകിൽ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളെ എടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 400 ഗ്രാമിൽ കൂടുതൽ കാണുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു മാസത്തെ പാലിനായാലും 1 ലിറ്റർ പാലിന് 60 രൂപ വെച്ചാൽ 1800 രൂപ കൊടുക്കണം മാസം പാലിന്. അപ്പോൾ അതിൽ നിന്നൊരു 400 രൂപയുടെയെങ്കിലും നെയ്യ് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മാസത്തിന് ആവശ്യമുള്ള പാലിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ നെയ്യ് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ നെയ്യ് മേടിക്കേണ്ടി വരത്തില്ല. ഇതിപ്പോൾ കണ്ടോ 500 ഗ്രാമോളം ഉണ്ട്. വലിയ കപ്പാണ്. 1/2 ലിറ്ററിന് കുറച്ച് കുറവേ ഉള്ളൂ. അതായത് 480 ml ഉണ്ട്. ഇതിപ്പോൾ ഉരുകിയത് കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ നെയ്യ് തന്നെ തരിതരിപ്പായിട്ടിരിക്കും. ഞാൻ വീഡിയോ എടുത്തത് ആ ചൂടോടുകൂടി ആയതുകൊണ്ടാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല തണുത്ത് ഒരു മഞ്ഞ കളറും ആവും ഒറിജിനൽ നെയ്യിൽ. അപ്പോൾ എന്ത് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ഒറിജിനൽ നെയ്യ് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നെയ്യും കിട്ടും. അപ്പോൾ പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.